കൊച്ചി കേന്ദ്രീകരിച്ച് മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന രാജ്യാന്തര മനുഷ്യക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണി ആലുവ സ്വദേശിനി അലീന എബ്രാഹിമാണെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ തട്ടിപ്പിന്റെ പുതിയ ചുരുളുകളാണ് അഴിയുന്നത്. എന്നാൽ അലീന നെയ്യാറ്റിൻകരക്കാരിയാണ്. നിലവിൽ ആലുവയിലാണ് താമസം എന്ന് മാത്രം. പൊന്നാനി സ്വദേശിനി മഞ്ജിമ, തിരുവനന്തപുരം സ്വദേശിനി സിന്ധു എന്നിവർക്കൊപ്പം മരട് പോലീസിന്റെ പിടിയിലായ ഈ 23-കാരി മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. കൊച്ചിയിലെ പ്രമുഖ കൊട്ടേഷൻ ലഹരി മാഫിയകളുമായും സമാന്തര ഗുണ്ടാ സംഘങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന അലീന അവരുടെ തണലിലാണ് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതും ആഡംബര ജീവിതത്തിനായുള്ള പണം കണ്ടെത്താൻ മനുഷ്യക്കടത്തിലേക്ക് തിരിഞ്ഞതും. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കുറ്റവാസനയിലൂടെ പോകുന്നു. അതിനി ഉണ്ടാകരുത്. ഈ കേസിൽ അതിവേഗ വിചാരണ നടത്തി കുറ്റക്കാരെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയായ അലീന എബ്രാഹിം മംഗളം, മഹിളാരത്നം, മഹിളാ വാരിക തുടങ്ങിയ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളുടെ കവർഗേളായി തിളങ്ങിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ചില ജനപ്രിയ ടെലിവിഷൻ സീരിയലുകളിൽ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തതോടെ ഫാഷൻ മോഡലിംഗ് രംഗങ്ങളിൽ ഇവർ വേരുറപ്പിച്ചു. എന്നാൽ ഈ ഗ്ലാമർ വേഷങ്ങൾക്കൊപ്പം കൊച്ചിയിലെ അധോലോകവുമായി ബന്ധമുള്ള കടുത്ത ക്രിമിനൽ പശ്ചാത്തലമായിരുന്നു അലീനയ്ക്കുണ്ടായിരുന്നത്. നെയ്യാറ്റിൻകരക്കാരി പിന്നീട് ആലുവയിൽ സ്ഥിരതാമസമാക്കി. അതുകൊണ്ടാണ് ആലുവക്കാരി എന്ന തരത്തിൽ ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ വാർത്ത വരുന്നത്. വൈറ്റില കണ്ണാടിക്കാട് JVK ബാറിൽ മാരകായുധങ്ങളുമായി അക്രമം നടത്തിയ സംഭവത്തിൽ അലീന ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം മുൻപ് അറസ്റ്റിലായതാണ്. ഇതാണ് ഇവരുടെ ക്രിമിനൽ ബന്ധങ്ങളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിക്കുന്നത്. അന്ന് ബാറിൽ മദ്യപിക്കുന്നതിനിടെ തൊട്ടടുത്തിരുന്ന ആളോട് അലീന തർക്കത്തിലേർപ്പെടുകയും പരസ്യമായി ചീത്ത വിളിക്കുകയും ചെയ്തു. ബഹളം നിയന്ത്രിക്കാൻ ശ്രമിച്ച ബാർ ജീവനക്കാരെ ആക്രമിച്ചതിനെ തുടർന്ന് ഇവരെ പുറത്താക്കിയെങ്കിലും അലീനയും സംഘവും വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന വടിവാളും കത്തിയുമായി മടങ്ങിയെത്തി ബാറിനുള്ളിൽ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടു.